ഹേ ഗൈസ്, നമ്മളിന്ന് നോക്കാൻ പോകുന്നത് F1 കാർസാണ്, അതായത് ഫോർമുല 1 കാർസ്. ഇത് ബുറാഗോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ 1:24 സ്കെയിലിൽ വരുന്ന ഒഫീഷ്യൽ ലൈസൻസ്ഡ് കാറുകളാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്യുന്നത് ഓൺലൈനിൽ നിന്നാണ്. അറൗണ്ട് 3.5K പ്രൈസ് ഓരോ മോഡലിനും വരുന്നുണ്ട്. പിന്നെ ഈ കാർസിൻ്റെ കൂടെ നമുക്ക് ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഒരു ഡ്രൈവർ ഫിഗർ കണ്ടോ നിങ്ങളുള്ളിൽ, അല്ലെങ്കിൽ ഒരു പൈലറ്റ് ഫിഗർ നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി ഗ്രാൻഡ് പ്രിക്സ് എന്ന റേസിൽ പങ്കെടുക്കുന്ന ഡ്രൈവേഴ്സിൻ്റെ ഒരു മിനിയേച്ചർ മോഡൽ അത് നമുക്ക് ഓരോ കാർസിൻ്റെയും കൂടി കിട്ടുന്നുണ്ട്. ഇനി ഇത് ഏതാ മോഡൽ നോക്കിക്കഴിഞ്ഞാൽ ഇത് റെഡ് ബുൾ ടീമിൻ്റെ RB19 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്ന ആൾ സെർജോ പെരേസ് എന്ന് പറയുന്ന ഡ്രൈവറെ കണ്ട്. ഇത് ഫെറാറിയുടെ SF23 എന്ന് പറയുന്ന മോഡലാണ്. ഇതിൻ്റെ ഡ്രൈവർ എന്ന് പറയുന്നത് ചാൾസ് ലിക്ലർക്ക് എന്ന് പറയുന്ന ഡ്രൈവറാണ്. അതുപോലെ തന്നെ ലാസ്റ്റ് വൺ മെഴ്സിഡീസ് ബെൻസിൻ്റെ W40 AMG എന്ന് പറയുന്ന മോഡലാണ്. ഇതിലെ ഡ്രൈവർ എന്ന് പറയുന്നത് ജോർജ് റസൽ എന്ന് പറയുന്ന ഡ്രൈവറാണ്. ഇതെല്ലാ കാർസും 2023 എഡിഷനാണ്. പിന്നെ കാർസിനെ കുറിച്ച് പറയാനാണെങ്കിൽ അത്യാവശ്യം നല്ല പ്രീമിയം ഫീൽ ചെയ്യുന്ന അല്ലെങ്കിൽ നന്നായി ബിൽഡ് ചെയ്ത മോഡലുകളാണ്. അപ്പോൾ നമുക്കിതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിലിംഗ് നോക്കാം. സോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഗൈസ്. അപ്പോൾ ഇതാണ് മോഡലുകൾ. അപ്പോൾ നമുക്കിത് പരിചയപ്പെടുന്നതിന് മുമ്പേ എന്താണ് F1 അല്ലെങ്കിൽ എന്താണ് ഫോർമുല 1, എന്തുകൊണ്ടാണ് ഫോർമുല 1 മറ്റുള്ള റേസിൽ നിന്നും ഡിഫറൻ്റ് ആയി നിൽക്കുന്നത് നിങ്ങൾക്കറിയും. F1 റേസിൽ ഡ്രൈവറിന് സ്കില്ലുണ്ടെങ്കിൽ മാത്രം ഒരിക്കലും ചാമ്പ്യൻ ആകാൻ പറ്റില്ല. അവിടെ ടീമിൻ്റെ കോൺട്രിബ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. അവരെല്ലാ സീസണിലും അല്ലെങ്കിൽ എല്ലാ റേസിലും അവരവരുടെ കാറ് നന്നായിട്ട് അപ്ഗ്രേഡ് ചെയ്യാറുണ്ട്. അതിൻ്റെ എൻജിൻ പെർഫോമൻസിലായിക്കോട്ടെ, റിലയബിലിറ്റിയിലായിക്കോട്ടെ, ഹാൻഡ്ലിങ്ങിലായിക്കോട്ടെ, ഈവൻ ഡ്രൈവറിൻ്റെ സേഫ്റ്റിയിൽ പോലും നല്ല രീതിയിൽ അപ്ഗ്രേഡ് ചെയ്താൽ മാത്രമേ ഡ്രൈവറിന് ട്രാക്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. ടീമിലെ ഒരാളുടെ മിസ്റ്റേക്ക് കൊണ്ട് പോലും ഈവൻ ഡ്രൈവറിൻ്റെ റേസിംഗ് പൊസിഷൻ താഴേക്ക് വരാം. അതുകൊണ്ട് തന്നെ ഡ്രൈവർ റേസിങ്ങിൽ ഇറങ്ങുമ്പോൾ ഉണ്ടാകുന്ന അതേ പ്രഷർ ആ ടീമിലുള്ള മൊത്തം ആളുകൾക്കും ആ പ്രഷർ ഉണ്ടാവും. പിന്നെ അവർ ഈ കാറിൻ്റെ മുകളിൽ ഒരുപാട് പൈസ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട്. ഭയങ്കര എക്സ്പെൻസീവാണ് ഈ F1 കാർ ബിൽഡ് ചെയ്യുക എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ചിലവുള്ള കാര്യം. പിന്നെ അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, എല്ലാ സീസണിലും അവരവരുടെ കാറിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരും. റേസ് എന്ന് പറയുന്നത് ഒരു കംപ്ലീറ്റ് ടീം വർക്കാണ്. അതുകൊണ്ട് തന്നെ F1 റേസ് മറ്റുള്ള റേസിൽ നിന്നും വളരെ ഡിഫറൻറ്റുമാണ്. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഓരോ കാർ പരിചയപ്പെടാം. ഇത് റെഡ് ബുൾ ടീമിൻ്റെ RB19 എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു 2023 റേസിൽ ഡോമിനേറ്റ് ചെയ്ത ഒരു കാറാണ് കേട്ടോ. ഒരുപാട് റേസ് വിൻ ചെയ്ത കാറാണ് ആ സീസണിൽ. പിന്നെ ഈ കാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിനകത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് സ്പോൺസർഷിപ്പ് കാണാൻ പറ്റും. നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് ബുൾ എന്ന് എഴുതിയ ലോഗോ കാണാൻ പറ്റും. അതേപോലെ തന്നെ ബൈബിറ്റ്, ഒറാക്കിൾ, സീമെൻസ്, അങ്ങനെ കുറേ സ്പോൺസർഷിപ്പ് നമുക്ക് കാറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാം. പിന്നെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിൽ വിങ് കാണാൻ പറ്റും. പിന്നെ നോസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമുക്ക് കുറേ സ്പോൺസർഷിപ്പും റെഡ് ബുളിൻ്റെ ലോഗവും അതുപോലെ തന്നെ മൊബൈൽ വണ്ണും പെർലി ടയേഴ്സ് എന്നുള്ള സ്പോൺസർഷിപ്പൊക്കെ നമുക്ക് ഇവിടെ നോക്കി കാണാൻ പറ്റും. 2 സൈഡിലായിട്ട് സസ്പെൻഷൻ വരുന്നുണ്ട്. പിന്നെ 4 റബ്ബർ ടയേഴ്സാണ് വരുന്നത്. ഈ ടയേഴ്സിൻ്റെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെർലി എന്നുള്ള ഡിസൈൻ കാണാൻ പറ്റും. അവർ തന്നെയാണ് F1 എല്ലാ കാർസിനും ടയേഴ്സ് സപ്ലൈ ചെയ്യുന്നത്. പിന്നെ നമുക്കൊരു ഓപ്പൺ ആയിട്ടുള്ള ഒരു കോക്പിറ്റ് കാണാം. 2 സൈഡിൽ മിറേഴ്സ് കാണാം. അതിൻ്റെ ഉള്ളിലായിട്ട് കോക്പിറ്റിൻ്റെ ഉള്ളിലായിട്ട് സീറ്റും സ്റ്റിയറിങ്ങും പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇവിടെ വലിയൊരു എൻജിൻ ഇൻടേക്ക് കാണാം. ഇവിടെയാണ് എൻജിൻ പ്ലേസ് ചെയ്തേക്കുന്നത്. പിന്നെ ബാക്കിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ DRS കാണാം. അതുപോലെ തന്നെ ബാക്കിലൊരു വിങ്ങും താഴെ ഒരു എക്സോസ്റ്റും റെഡ് ലൈറ്റും നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ മോഡലിൽ കുറേ സ്ഥലത്ത് കാർബൺ ഫൈബറിൻ്റെ ടെക്സ്ചർ അവർ പ്ലേസ് ചെയ്തതാണ്. അത് ഇതിൻ്റെ ബോഡി സർഫസിലും സസ്പെൻഷനിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഈ കാറിൻ്റെ കൂടെ നമുക്കൊരു ഡ്രൈവർ ഫിഗർ വരുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. ഇത് സെർജോ പെരേസ് എന്ന് പറയുന്ന ഡ്രൈവറാണ്. പുള്ളിക്കാരൻ ഗ്രാൻഡ് പ്രിക്സ് കുറേ വിൻ ചെയ്ത ആളാണ്. മെക്സിക്കൻ ഡ്രൈവറാണ് പുള്ളിക്കാരൻ. അതുപോലെ തന്നെ പുള്ളിക്കാരൻ റേസിംഗ് സൂട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് റെഡ് ബുൾ എന്നുള്ള റൈറ്റിങ്സ് എല്ലാം തന്നെ സൈഡിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതേപോലെ തന്നെ ഒറാക്കിളിൽ നിന്നും പിന്നെ റെഡ് ബുളിൻ്റെ ലോഗോവും ടെക്സ്ചറൊക്കെ നല്ല രീതിയിൽ പ്രിൻ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ല രസമുണ്ട് കാണാൻ. പിന്നെ ഹെൽമെറ്റൊക്കെ നല്ല ഡീറ്റെയിലിംഗ് ആണ്. പിന്നെ ഇത് കാറിൻ്റെ കൂടെ ഇങ്ങനെ സ്റ്റാൻഡ് ചെയ്ത് നിർത്താൻ തന്നെ ഭയങ്കര ഭംഗിയാണ്, ആണല്ലേ. ഭയങ്കര രസമാണ് കാണാനായിട്ട്. ഇനി അടുത്ത മോഡൽ നമ്മൾ നോക്കാൻ പോകുന്നത് മെഴ്സിഡീസ് ബെൻസിൻ്റെ W14 ആണ്. ഈ കാറിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതേ സെയിം കാറാണ് അല്ലെങ്കിൽ ഇതേ സെയിം ടീമിലാണ് ലൂയിസ് ഹാമിൽട്ടണും പങ്കെടുക്കുന്നത്, അല്ലെങ്കിൽ ഈ ടീമിലാണ് ലൂയിസ് ഹാമിൽട്ടൺ ഉള്ളത്. ഇത് ജോർജ് റസലിൻ്റെ കാറാണ്. ഈ കാറിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു മാറ്റ് ബ്ലാക്കിൽ പെയിൻറ്റ് നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഇതിനകത്ത് സ്പോൺസർഷിപ്പുകൾ കാണാൻ പറ്റും. ടീം വ്യൂവർ, AMD, AMG, പെട്രോണാക്സ്, അതുപോലെ തന്നെ പെർലി ടയേഴ്സ്, മെഴ്സിഡീസ് ബെൻസിൻ്റെ ലോഗോ ഒക്കെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ബേസിക്കലി എല്ലാ കാർസും കാണാൻ ഒരുപോലെ തന്നെയാണ് ഉള്ളത്, എക്സെപ്റ്റ് എൻജിനിലെ ചെറിയ ചെറിയ ഡിഫറൻസുകൾ അവർ പെർഫോമൻസിലൊക്കെ വരുത്താറുണ്ടെന്ന് മാത്രം. പിന്നെ ഇതിലും കാർബൺ ഫൈബർ ടെക്സ്ചർ എല്ലാം സ്ഥലത്ത് കൊടുത്തിട്ടുണ്ട്.
പിന്നെ ഇതിനും ഒരു ഓപ്പൺ കോക്ക്പിറ്റ് കാണാൻ പറ്റും. അതിൻ്റെ ഉള്ളിൽ തന്നെ ഡ്രൈവർ സീറ്റും സ്റ്റിയറിങ്ങും പ്ലേസ് ചെയ്തേക്കുന്നത് കാണാൻ പറ്റും. പിന്നെ ഇതിലും റബ്ബർ ടയേഴ്സ് തന്നെ വരുന്നത്. പിന്നെ ബാക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നിക്കിളിങ്ങിൻ്റെ എക്സോസ്റ്റ് പൈപ്പ് കാണാൻ പറ്റും, റെഡ് ലൈറ്റും കാണാൻ പറ്റും. പിന്നെ ഈ F1 കാസിൻ്റെ ഒക്കെ എഞ്ചിൻ എന്ന് പറയുന്നത് ഒരു 1.6 ലിറ്റർ V6 ടർബോ ചാർജ് എഞ്ചിനാണ് ഈ കാറിലൊക്കെ വരുന്നത്. 0 to 100 ഒക്കെ പുട്ട് പോലെ കാറ് കയറിപ്പോവും. കൂടെ വരുന്ന ഡ്രൈവറാണിത്, ജോർജ് റസൽ എന്ന് പറഞ്ഞ ഡ്രൈവർ. ഇതൊരു ഹാർഡ് പ്ലാസ്റ്റിക് ആണെന്ന് തോന്നുന്നില്ല, ഒരു റബ്ബർ പോലെ മെറ്റീരിയൽ പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. നമുക്കിതിങ്ങനെ വളയ്ക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇയാളുടെ സൂട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് പെട്രോമാക്സ്, ടീം വ്യൂവർ, പ്യൂമേൻ്റെ ലോഗോ, ഹെൽമെറ്റിൽ 63 എന്നുള്ള നമ്പറൊക്കെ പ്രിൻ്റ് ചെയ്തേക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ഫെറാറിയാണ്. ഇത് ചാൾസ് ലിക്ലെർക്ക് എന്ന് പറയുന്ന ആളുടെ കാറാണ്. ഇതിലും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഫെറാറിയുടെ ലോഗോ, റെയ്ബാൻ്റെ ലോഗോ, അതുപോലെ തന്നെ ഷെല്ലിൻ്റെ, അങ്ങനെ ഒരുപാട് സ്പോൺസർഷിപ്പ് നമുക്ക് ഈ കാറിൽ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇതിൻ്റെ കോക്ക്പിറ്റിലും നമുക്ക് സ്റ്റിയറിംഗ്, സീറ്റ്സും എല്ലാം കൊടുത്തേക്കണം. കാരണം ഇതിൽ കുറച്ചുകൂടി ഡീറ്റെയിലിംഗ് ഉണ്ട്. റിയർ സൈഡിലേക്ക് നോക്കി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക്കിൻ്റെ നമുക്ക് ഒരു എക്സോസ്റ്റ് കാണാൻ പറ്റും, അതുപോലെ റിയർ ലൈറ്റ് കാണാൻ പറ്റും. മുകളിലായിട്ട് ഫെറാറി എന്ന് എഴുതിയിട്ടുള്ള ലോഗോ നമുക്ക് ഇവിടെ മുകളിൽ റിയർ വിങ്ങിൽ നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. പിന്നെ ഇതും റബ്ബർ ടയേഴ്സ് തന്നെയാണ് വരുന്നത്. വണ്ടിയുടെ മൊത്തം ബോഡിയിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാർബൺ ഫൈബർ ടെക്സ്ചർ പല സ്ഥലത്ത് കാണാൻ പറ്റും. സസ്പെൻഷനിലും ഫ്രണ്ടിലും ബാക്കിലും ഒക്കെ തന്നെ ആ കാർബൺ ഫൈബർ ടെക്സ്ചർ വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ വലിയൊരു ആഗ്രഹമായിരുന്നു ഈ മറ്റുള്ള കാസിൻ്റെ കൂടെ ഷോക്കേസിൽ F1 കാസും കൂടെ വെക്കണമെന്ന്. അതുകൊണ്ടാണ് ഞാനത് 3 വാങ്ങിയത്. സോ F1 കാസ് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, ഒന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പിന്നെ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഡ്രൈവർ ആരാണെന്നുള്ളതൊന്ന് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം കേട്ടോ. എൻ്റെ ഫേവറേറ്റ് ഡ്രൈവർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 90s കിഡ്സിനൊക്കെ അറിയാം. നമ്മൾ F1 റേസ് ടി വിയിൽ കാണുന്ന കാലം മുതലേ നമ്മൾ ഒരു ഡ്രൈവറെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു വട്ടമെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും. അത് മൈക്കിൾ ഷൂമാക്കറാണ്. അത് അന്നത്തെ കാലത്ത് പുള്ളിക്കാരുണ്ടാക്കിയ ഓളൊന്നും വേറെ ആരും ഉണ്ടാക്കിയിട്ടില്ല. അപ്പോൾ എൻ്റെ ഒരു എന്താ പറയുക, എൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡ്രൈവർ എന്ന് പറയുന്നത് മൈക്കിൾ ഷൂമാക്കർ തന്നെയാണ്. ഒരു വലിയൊരു ലെജൻഡ് തന്നെയാണ്. നമ്മൾ സച്ചിൻ ക്രിക്കറ്റിൽ എങ്ങനെയാണോ അതുപോലെയാണ് മൈക്കിൾ ഷൂമാക്കർ ഫോർമുല 1. സോ ഇത്രയൊക്കെ ഉള്ളൂ ഗൈസ് നമ്മുടെ F1 കാസിനെ കുറിച്ച് പറയാനായിട്ട്. വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക. നല്ല രീതിയിലുള്ള കമൻസുകൾ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച് നമ്മളെ ചാനൽ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമുക്കൊരു പുതിയ വീഡിയോയിൽ ഒരു പുതിയ സ്കെയിൽ മോഡലായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരുന്നതായിരിക്കും. സോ സ്റ്റേ ട്യൂൺ.